ബാലാംബിക, ഹേമാംബിക, ലോകാംബിക, മൂകാംബിക എന്നീ 4 ക്ഷേത്രങ്ങളാണ് കേരളത്തിൻ്റെ സംരക്ഷിത കവചം. അതിൽ ബാലാംബിക കന്യാകുമാരി ദേവീക്ഷേത്രവും, ഹേമാംബിക പാലക്കാട് കൈപ്പത്തി ക്ഷേത്രവും, ലോകാംബിക കോഴിക്കോട് ലോകനാർക്കാവും, മൂകാംബിക സാക്ഷാൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രവുമാണ്. ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം ഒരു വർഷത്തിൽ നടത്തിയാൽ അവർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് വിശ്വാസം. യോഗശാസ്ത്രമനുസരിച്ച് ഭാരതത്തിൻ്റെ മൂലാധാര ചക്രമാണ് കന്യാകുമാരി ക്ഷേത്രം. കാശി വിശ്വനാഥ ക്ഷേത്രമാണ് സഹസ്രാരപത്മം. ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം. സുചീന്ദ്രനുമായുള്ള വിവാഹം മുടങ്ങിയതിനാൽ നിത്യകന്യകയാണ് ദേവി. കന്യാകുമാരി പോകുന്ന ടൂറിസ്റ്റുകളിൽ ഒട്ടുമിക്ക പേരും ഫെറി സർവീസിന് തൊട്ടടുത്തുള്ള കടൽ തീരത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന കുമാരിയമ്മൻ ക്ഷേത്രമെന്ന് വിളിപ്പേരുള്ള ഈ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. സാക്ഷാൽ ആദിപരാശക്തിയുടെ അവതാരമാണ് കന്യാകുമാരി ദേവി എന്നാണ് ഐതിഹ്യം. ദേവിയുടെ പേരിലാണ് ഈ സ്ഥലം തന്നെ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ മൂലവിഗ്രഹത്തിന് അഥവാ ദേവി വിഗ്രഹത്തിന് 5.5 അടിയോളം ഉയരമുണ്ട്. നിൽക്കുന്ന നിലയിലാണ് വിഗ്രഹം. ക്ഷേത്രത്തിലേക്ക് വടക്കേ വാതിലൂടെ വേണം പ്രവേശിക്കാൻ. കിഴക്കേ വാതിൽ സ്ഥിരമായി അടച്ചിടുന്നു. ചില വിശേഷ ദിവസങ്ങളിൽ മാത്രം ഇത് തുറക്കപ്പെടുന്നു. അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. 1000 വിളക്കുകളുടെ പ്രഭയെപ്പോലും തോൽപ്പിക്കുന്ന ദേവിയുടെ മൂക്കൂത്തിയുമായുള്ള ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട പണ്ട് നിത്യവും തുറക്കുമായിരുന്നത്രേ. കന്യാകുമാരി ദേവിയുടെ മൂക്കൂത്തി തിളക്കം കണ്ട് ദീപസ്തംഭത്തിലെ പ്രകാശമാണെന്ന് തെറ്റിദ്ധരിച്ച് കടലിലൂടെ പോയ 2 കപ്പലുകൾ കരയിൽ അടുപ്പിക്കാൻ ശ്രമിക്കുകയും പാറയിലിടിച്ച് തകർന്നു പോവുകയും ചെയ്തു. കടലിൽ വീണവരെയൊക്കെയും ഒരു മുക്കുവ സ്ത്രീ രക്ഷപ്പെടുത്തിയെന്നും അത് സാക്ഷാൽ കന്യാകുമാരി ദേവിയാണെന്നുമാണ് വിശ്വാസം. ഈ കപ്പൽ ഛേദം തുടർക്കഥയായപ്പോൾ കിഴക്കേ നടയിലെ വാതിൽ താനെ അടഞ്ഞുപോയതാണെന്നും ഒരു കഥയുണ്ട്. 51 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കന്യാകുമാരി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സഹോദരിയാണ് കന്യാകുമാരി ദേവി എന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാ ക്ഷേത്രത്തിലും നേരിട്ടും വേഗത്തിലുമുള്ള ദർശനത്തിന് ഒരു എളുപ്പമാർഗം പണം നൽകലാണ്. ഇവിടെയും അത് കാണുവാൻ കഴിഞ്ഞു. 30 രൂപ നൽകി തട്ടം വാങ്ങിയാൽ ക്യൂവിൽ നിൽക്കാതെ നേരിട്ട് കയറി ദേവിയെ ദർശിക്കാം. അല്ലെങ്കിൽ കോമൺ ക്യൂ വഴി കയറണം. ഞങ്ങൾ സാധാരണയുള്ള ക്യൂവിലൂടെയാണ് അകത്ത് കയറിയത്. വളരെ വൈകിയതിനാൽ ദർശനത്തിന് ഒരു തിരക്കും കണ്ടില്ല. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരെയും കടലിലൂടെ സഞ്ചരിക്കുന്നവരെയും ഒക്കെ ദേവി സംരക്ഷിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ നിന്നും 5 കിലോമീറ്റർ ദൂരെയാണ് സുചീന്ദ്രം. 3000-ഓളം വർഷം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. ബാണാസുരനെ വധിക്കാനായാണ് ദേവി അവതരിച്ചത്. ആദിപരാശക്തിയുടെ എല്ലാ അവതാരങ്ങളിലും ശിവൻ അവതരിക്കുകയും അവർ തമ്മിൽ വിവാഹിതരാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ദേവി കന്യാകുമാരിയും സുചീന്ദ്രനുമായുള്ള വിവാഹം മാത്രം നടന്നില്ല. കന്യാകുമാരി ദേവിയോട് ഭ്രമം തോന്നിയ ബാണാസുരന്റെ വിവാഹ അഭ്യർത്ഥന ദേവി നിരസിച്ചതിനാൽ യുദ്ധത്തിനായി വന്ന ബാണാസുരനെ ദേവി ചക്രായുധം കൊണ്ട് കൊല്ലുകയാണുണ്ടായത്. കേരളീയ സമ്പ്രദായ പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത്. അവിവാഹിതരായവർ ദേവിയോട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് വിവാഹം നടക്കുമെന്ന് ഒരു വിശ്വാസം നിലവിലുണ്ട്. അനുഭവസ്ഥർ അത് ശരിവെക്കുകയും ചെയ്യുന്നു. ക്ഷേത്രമണ്ഡപത്തിലെ 4 തൂണുകളിൽ തട്ടിയാൽ വീണ, മൃദംഗം, ജലതരംഗം, ഓടക്കുഴൽ എന്നിവയുടെ നാദം കേൾക്കാം എന്ന് പറയപ്പെടുന്നു. ചുവന്ന സാരിയും നെയ്വിളക്കുമാണ് ദേവിക്കുള്ള പ്രധാന വഴിപാട്. മെയ്, ജൂൺ മാസങ്ങളിലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിന് 9-ാം ദിവസം ദേവിയെ തോണിയിൽ വെള്ളത്തിലൂടെ എഴുന്നള്ളിക്കുന്നതും ജൂലൈ, ഓഗസ്റ്റിൽ കർക്കിടക മാസത്തിലെ അവസാന വെള്ളിയാഴ്ച വിഗ്രഹത്തിന് ചന്ദനം ചാർത്തലും നടത്തുന്നു. രാവിലെ 4:30 മുതൽ 11:45 വരെയും പിന്നെ വൈകിട്ട് 4 മുതൽ 8 വരെയുമാണ് ദർശന സമയം. കന്യാകുമാരിയിൽ പോകുമ്പോൾ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ മറക്കാതിരിക്കുക. ഒരുമിച്ച് ചേരുവാൻ കഴിയാതെ പോയ കന്യാദേവിയും സുചീന്ദ്രദേവനും നഷ്ടപ്രണയത്തിൻ്റെ തീവ്രത പേറി നിൽക്കുന്ന ഭൂമികയാണ് കന്യാകുമാരി. ഏവർക്കും കന്യാകുമാരി ദേവിയുടെ ദർശനഭാഗ്യവും ദേവീ കടാക്ഷവും ലഭിക്കുമാറാകട്ടെ. എല്ലാ വിശ്വാസികൾക്കും നന്മകളുണ്ടാവട്ടെ.